നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാനും ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇങ്ങനെയുള്ള ഒരു ആരാധനാ മധ്യയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധനാ മണിക്കൂറിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ആത്മനൊമ്പരങ്ങളും നമുക്ക് ഈ അൾത്താരയിൽ ഇറക്കി വെക്കാം. കാരണം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധന മണിക്കൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങളൊക്കെ ഈ അൾത്താരയിൽ ഇറക്കി വെച്ച് നമ്മളെക്കാളൊക്കെ ഉപരിയായിട്ട് ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കള് ഈ മരിയൻ ഉടമ്പടി എടുത്തും അല്ലാതെ ലോകത്തും ജീവിക്കുന്നുണ്ട്. ആ മക്കളൊക്കെ ഈശോയെ അറിഞ്ഞ് സാക്ഷികളാക്കി ജീവിക്കാൻ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദിവികാരുണ്യനാഥനെ ഈ അൾത്താരയിൽ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഈശോയെ, ഈ ആരാധന മണിക്കൂറിലൂടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹൃദയം തുറന്ന് ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശ്വര ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ സ്വന്തമായി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശ്വര ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയോട് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നാളിതുവരെ കൃപാസനത്തിൽ വന്നും ഓൺലൈനായും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഒരിക്കൽ കൂടി അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവാനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവങ്ങൾ ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്നേഹത്തോടെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് പാടാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്രാ, ആമേൻ, ആമേൻ സർവശക്താ, നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്രാ, ആമേൻ, ആമേൻ സർവശക്താ, നിത്യപിതാവേ, നിത്യപിതാവേ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ശക്തിനാട്ടിലൂടെയും ശാലോം ടെലിവിഷനിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവപിതാവേ ആരാധന. ആമേൻ, ആമേൻ യേശുനാഥാ, കരങ്ങളടിച്ചു ആമേൻ, ആമേൻ ദൈവപുത്രാ, ആമേൻ, ആമേൻ സർവശക്താ, നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്രാ, ആമേൻ, ആമേൻ സർവശക്താ, നിത്യപിതാവേ, നിത്യപിതാവേ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുക. കൈകൾ ഇവിടെ അടുത്ത് വെക്കുക.
അറിയാവുന്ന വിശുദ്ധ പ്രമാണം ചെല്ലുക, അല്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്നും സ്തുതിക്കുക. അച്ഛൻ നിങ്ങളുടെ കൈകളിലേക്ക് കർത്താവിൻ്റെ തിരുരക്തത്താൽ അഭിഷിക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നല്ലവനായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവേ അങ്ങയുടെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഈ കൈകൾ അവരുടെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരാരെക്കുറിച്ച് ഓർക്കുന്നു അവർക്ക് വേണ്ടി കൂടി കർത്താവെ ദൈവിക ശക്തിയുടെയും സൗഖ്യത്തിൻ്റെ ഉപകരണമായി കൈകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കൈകളാണ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ശരീരം എങ്ങനെ മുഴുവനായിട്ട് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് എൻ്റെ മുഴുവൻ ശരീരവും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി എന്നിലേക്ക് ആവശ്യിക്കണമേ. കർത്താവിന്റെ ശക്തി എൻ്റെ തലച്ചോറിലും ചെവികളിലും കേൾവിയുടെ കഴിവുകളിലും കാഴ്ചയുടെ കഴിവുകളിലും തൊണ്ടയിലും സംസാര ശേഷിയിലും എല്ലാ വൈകല്യങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ശ്വാസകോശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കരളിനെ അങ്ങ് സ്പർശിക്കണമേ. ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ. ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. കുടലിനെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, എല്ലാ വൃക്കകളെയും അങ്ങ് സ്പർശിക്കണമേ. പ്ലീഹായെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, കോശങ്ങളെ, ഗർഭാശയത്തെ ആമാശയത്തെ അങ്ങ് സ്പർശിക്കണമേ. അസ്ഥികളെ, അസ്ഥിപ്രദേശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ദൈവത്തിന്റെ കൃപ ഉച്ച മുതല് ഉള്ളംകാല് വരെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. അസ്ഥിബന്ധങ്ങളിലെ, സന്ധിബന്ധങ്ങളിലെ, മാംസപേശികളിലെ, രക്തഞരമ്പുകളിലെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. സദയം തുടരേ സുഖമായി എന്നെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എന്നെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, നാട്ടിലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, കടമുള്ളവര്, സ്ഥലം വിറ്റുമാറാവുള്ളവര്, അങ്ങനെ പല പല വിഷയങ്ങളിൽ മക്കളില്ലാത്തവർ
വിവാഹ ബന്ധം തകർന്നു പോകുന്നവർ, വിവാഹം നടക്കാത്തവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവ്. മക്കൾ ഇല്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് ജോലി ഇല്ലാത്തവർ, കർത്താവ് കേസിലകപ്പെട്ടു പോയവർ, ജയിലകപ്പെട്ടു പോയവർ, സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുന്നവർ, കർത്താവ് വിദ്യാഭ്യാസത്തിൽ കർത്താവ് തകർന്നവർ, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് വിസ ലഭിക്കാത്തവർ, PR ലഭിക്കാത്തവർ, പലതരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആരാധനയിലൂടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് നിങ്ങൾക്കും മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ്. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിത്യതയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഈ വചനത്തിലൂടെ, ഈ ആരാധനയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമ